ഹ്യൂമാനിറ്റീസ് കഫേയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് +1 പൊളിറ്റിക്കൽ സയൻസിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ വൈ ആൻഡ് ഹൗ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അതിൻ്റെ പാർട്ട് 4 ആണ് ഈ ഒരു വീഡിയോ. മുന്നേ ഉള്ള 3 പാർട്സ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടതിന് ശേഷം മാത്രം ഈ ഒരു പാർട്ട് കാണുക കേട്ടോ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഈ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് പാർട്ട് ഓഫ് ദ വീഡിയോ ആണ്. അതായത് നമ്മുടെ ഈ ചാപ്റ്ററിൽ ലാസ്റ്റ് ടോപ്പിക്കാണ് പ്രൊവിഷൻസ് ബോറോഡ് ഫ്രം അതർ കോൺസ്റ്റിറ്റ്യൂഷൻസ് എന്നുള്ളത്. നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയ്ക്കകത്തുള്ള കുറച്ച് വകുപ്പുകളും കാര്യങ്ങളൊക്കെ മറ്റുള്ള രാജ്യങ്ങളുടെ ഭരണഘടനയിൽ നിന്നും കടമെടുത്തിട്ടുള്ളതാണ്. അതാണ് ബോറോ ചെയ്തതെന്ന് പറയുന്നത്. അപ്പോൾ അത് ഏതൊക്കെയാണ്, എവിടെ നിന്നൊക്കെയാണ് നമ്മൾ കടമെടുത്തത് എന്നുള്ളതാണ് നമുക്കിവിടെ ഒരു ഫ്ലോ ചാർട്ടിൻ്റെ മോഡൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. ആദ്യമേ തന്നെ പറയുന്നത് ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷൻ അഥവാ നമ്മുടെ ഇംഗ്ലണ്ട്, UK എന്നൊക്കെ പറയില്ലേ. അപ്പോൾ എന്തായാലും നമ്മുടെ ബ്രിട്ടനിൽ നിന്ന് നമ്മൾ ബോറോ ചെയ്ത കാര്യങ്ങളാണ് ഫസ്റ്റ് പാസ്റ്റ് ദ പോസ്റ്റ് സിസ്റ്റം. ഇതിനെ FPTP എന്ന് പറയാറുണ്ട്. ഇതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് 3rd ചാപ്റ്ററിൽ പഠിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പം ജസ്റ്റ് പേര് മാത്രം അറിഞ്ഞിരുന്നാൽ മതി. ഫസ്റ്റ് പാസ്റ്റ് ദ പോസ്റ്റ് സിസ്റ്റം എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. പിന്നെ അത് മാത്രമല്ല പാർലമെൻ്ററി ഫോം ഓഫ് ഗവൺമെൻറ്, ദ ഐഡിയ ഓഫ് റൂൾ ഓഫ് ലോ ഒക്കെ ഇനിയും പഠിക്കേണ്ടി വരും. ദെൻ അത് മാത്രമല്ല ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദ സ്പീക്കർ ആൻഡ് ഹിസ് റോൾ. നമ്മുടെ സ്പീക്കർ ഉണ്ടല്ലോ, സ്പീക്കറിൻ്റെ ആ പങ്കിനെ കുറിച്ചിട്ട് ബ്രിട്ടനിൽ നിന്നുമാണ് നമ്മൾ കടമെടുത്തത്. ദെൻ ലോ മേക്കിംഗ് പ്രൊസീജിയർ, നിയമം എങ്ങനെയാണ് ഉണ്ടായി വരുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ആ ഒരു പ്രൊസീജിയർ ഉണ്ട്. ഒരു പുതിയ നിയമം ഉണ്ടാവണമെങ്കിൽ അതിനെക്കുറിച്ചിട്ടും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഈ വർഷം തന്നെ പഠിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അത്രയും പോയിൻറ്റ്സ് ബ്രിട്ടനിൽ നിന്നുള്ളതാണ് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കുക. ദെൻ അടുത്ത് ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ അയർലാൻഡിൽ നിന്നുള്ള ഭരണഘടനയിൽ നിന്നും നമ്മൾ കടമെടുത്തിട്ടുള്ള ആശയം എന്ന് പറയുന്നത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയാണ്. ഓക്കെ, നിർദ്ദേശക തത്വങ്ങളാണ്. ഇതെന്ന് പറയുമ്പോൾ നമുക്ക് 2nd ചാപ്റ്ററിൽ തന്നെ പഠിക്കാൻ വരുന്നുണ്ട്. ദെൻ അടുത്ത ഫ്രഞ്ച് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഫ്രാൻസിൽ നിന്ന് കടമെടുത്ത ആശയങ്ങളാണ് പ്രിൻസിപ്പിൾസ് ഓഫ് ലിബർട്ടി, ഇക്വാലിറ്റി ആൻഡ് ഫ്രറ്റേണിറ്റി എന്ന് പറയുന്നത്. അതായത് നമ്മുടെ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന് പറയുന്ന ആശയങ്ങളാണ്. ഒരു കാര്യം കൂടി നിങ്ങൾ ഒന്ന് അറിഞ്ഞിരിക്കുക, ഫ്രാൻസിൽ നിന്ന് കടമെടുത്ത മറ്റൊരാശയമാണ് റിപ്പബ്ലിക് എന്ന് പറയുന്നത്. അതുകൂടി എന്ത് ചെയ്യുക, ഒന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ. റിപ്പബ്ലിക്, ഓക്കെ, അതിപ്പോൾ ഇതിലില്ല, പക്ഷെ നിങ്ങൾ നോട്ട് ചെയ്ത് പഠിച്ചു വെക്കുക. റിപ്പബ്ലിക് എന്നുള്ളത് ഫ്രാൻസിൽ നിന്നുള്ള അഥവാ ഫ്രഞ്ച് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് നമ്മൾ കടമെടുത്തുള്ള ആശയമാണ് റിപ്പബ്ലിക് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ USA, നമ്മുടെ അമേരിക്കയുടെ ഭരണഘടനയിൽ നിന്ന് നമ്മൾ കടമെടുത്ത ആശയങ്ങളെന്ന് പറയുന്നത് ചാർട്ടർ ഓഫ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, മീൻസ് നമ്മുടെ മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്ന ആ ഒരു കാര്യം നമ്മൾ അമേരിക്കയിൽ നിന്നും കടമെടുത്തതാണ്. ഈ ഒരു മൗലിക അവകാശങ്ങൾ 2nd ചാപ്റ്ററിൽ തന്നെ നിങ്ങൾക്ക് പഠിക്കാനുണ്ട് കേട്ടോ. ദെൻ അടുത്ത് വരുന്നതാണ് പവർ ഓഫ് ജുഡീഷ്യൽ റിവ്യൂ ആൻഡ് ഇൻഡിപെൻഡൻസ് ഓഫ് ദി ജുഡീഷ്യറി. അതായത് ജുഡീഷ്യൽ റിവ്യൂവിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. പിന്നെ നമ്മുടെ ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്നത് ഒരു പ്രത്യേക ടൈപ്പ് ഓഫ് അധികാരമാണ് ജുഡീഷ്യറിയുടെ. ഓക്കെ, പിന്നെ അത് മാത്രമല്ല ജുഡീഷ്യറിയുടെ പങ്കിനെ കുറിച്ചിട്ടും ജുഡീഷ്യറിയെ പറ്റിയിട്ടൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ USA നിന്നും കടമെടുത്തിട്ടുള്ളതായിരുന്നു. പിന്നെ ഞാൻ എക്സ്ട്രാ പറയുകയാണ്, അവിടെ USA നിന്ന് നമ്മൾ കടമെടുത്ത മറ്റൊരു കാര്യവും കൂടിയുണ്ട്. ദാറ്റ് ഈസ് പ്രിയാമ്പിളാണ് കേട്ടോ. പ്രിയാമ്പിൾ എന്ന് വെച്ചാൽ എന്താ, നമ്മുടെ ആമുഖം അല്ലേ, നമ്മുടെ ഭരണഘടനയുടെ ആമുഖം. നമുക്ക് ടെക്സ്റ്റിൻ്റെ ഫ്രണ്ടിലോ ബാക്കിലൊക്കെ കാണുമല്ലോ ഈ ഒരു പ്രിയാമ്പിൾ എന്ന് പറയുന്നത്. അപ്പം എന്താണ് ആ പ്രിയാമ്പിൾ, നമ്മൾ എന്ത് ചെയ്യുക, അതുകൂടി ഒന്ന് ഓർത്തിരിക്കുക. അമേരിക്കയിൽ നിന്നും നമ്മൾ കടമെടുത്തിട്ടുള്ള ആശയമാണ് പ്രിയാമ്പിൾ എന്ന് പറയുന്നത്, ആമുഖമാണ് കേട്ടോ. നെക്സ്റ്റ് വരുന്നതാണ് കനേഡിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ, മീൻസ് നമ്മുടെ കാനഡയിൽ നിന്നുള്ള ഭരണഘടനയിൽ നിന്നും നമ്മൾ കടമെടുത്തുള്ള ആശയം എന്ന് പറയുന്നത് ക്വാസി ഫെഡറൽ സ്ട്രക്ചറാണ്. അതായത് ഇതെന്ന് പറയുമ്പോൾ ഈ ഫെഡറലിസം എന്ന് പറയുന്നൊരു കോൺസെപ്റ്റാണ്. ഇത് നിങ്ങൾക്ക് നെക്സ്റ്റ് പഠിക്കാനുണ്ട് ഈ വർഷം തന്നെ. ഈ ഫെഡറലിസം എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒരു ഐഡിയ ഞാൻ പറഞ്ഞു തരാൻ വേണമെങ്കിൽ, കാരണം അത് സിമ്പിളാണ്. നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് അഥവാ സെൻട്രൽ ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ്റും, സെൻട്രും സ്റ്റേറ്റ് ഗവൺമെൻറ്റും തമ്മിലുള്ള ഒരു റിലേഷനാണ് ഫെഡറലിസം എന്ന് പറയുന്നത്. ഇപ്പോൾ തൽക്കാലം അത് മാത്രം അറിഞ്ഞിരുന്നാൽ മതിയേ, കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ നമ്മൾ പഠിക്കുന്നുണ്ട്. സോ എന്തായാലും ആ ഫെഡറലിസം എന്ന് പറയുന്ന ആശയം കാനഡയിൽ നിന്ന് നമ്മൾ കടമെടുത്തതാണ്. അതുപോലെ തന്നെയാണ് റെസിജ്വൽ പവേഴ്സ് എന്ന് പറയുന്നത്, മീൻസ് മലയാളത്തിലെ അവശിഷ്ട അധികാരങ്ങൾ എന്ന് പറയും. അപ്പോൾ ഈ ആശയവും നമ്മൾ കാനഡയിൽ നിന്നായിരുന്നു കടമെടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നിങ്ങൾക്ക് വേറൊരു കാര്യം കൂടി, ഞാൻ കുറച്ച് ഗൈഡൊക്കെ റെഫർ ചെയ്ത ടൈമിൽ എനിക്ക് മനസ്സിലായ കാര്യമാണ്, നമ്മുടെ ഓസ്ട്രേലിയയിലുള്ള കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നും കടമെടുത്തുള്ള ഒരു കാര്യമാണ് കൺകറൻറ്റ് ലിസ്റ്റ്. അതിനെക്കുറിച്ചിട്ടും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും അതൊന്ന് ഓർത്തിരിക്കുക. ഓസ്ട്രേലിയയിൽ നിന്നും കടമെടുത്തതാണ് കൺകറൻറ്റ് ലിസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ വേറൊരു കാര്യമുണ്ട്, സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് കടമെടുത്ത അമെൻമെൻറ്റ്. ഓക്കെ, മീൻസ് അമെൻമെൻറ്റുകളെ കുറിച്ച് നമുക്ക് ഇനിയും പഠിക്കാനുണ്ട്. അമെൻമെൻറ്റ് എന്ന് പറയുമ്പോൾ ഭേദഗതിയാണ്. എന്ന് പറയുമ്പോൾ നിലവിലുള്ള നിയമം എന്തെങ്കിലും മാറ്റം വേണമെങ്കിൽ അതിനെ നമുക്ക് പുതുക്കാനുള്ളൊരു എന്താ പറയുക, ഒരു പ്രൊവിഷൻ
പ്രൊവിഷൻ ഉണ്ട്, അതാണ് അമെൻമെൻറ്റ് എന്ന് പറയുന്നത്. സോ സൗത്ത് ആഫ്രിക്കയിൽ നിന്നുള്ള കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് നമ്മൾ അമെൻമെൻറ്റ് അഥവാ ഭേദഗതി നമ്മൾ കടമെടുത്തത്. പിന്നെ അതിൽ കണ്ട വേറൊരു ഇതാണ് ജർമ്മനി എന്ന് പറയുന്നത്. ജർമ്മനിയിൽ നിന്ന് നമ്മൾ കടമെടുത്ത ആശയമാണ് എമർജൻസി. എമർജൻസി എന്ന് വെച്ചാൽ എന്താ, അടിയന്തരാവസ്ഥയാണ് കേട്ടോ. അതായത് നമ്മുടെ എന്തെങ്കിലും നമ്മുടെ രാജ്യത്തിന് താങ്ങാനാവാത്ത വിധം എന്തെങ്കിലും ആട്രോസിറ്റീസോ വയലൻസോ കാര്യങ്ങൾ എന്തെങ്കിലും കലാപങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അത്രയും ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ പ്രസിഡൻറ്റിന് എമർജൻസി ഡിക്ലെയർ ചെയ്യാനുള്ളൊരു അധികാരമുണ്ട്. ഓക്കെ, അങ്ങനെ ഒരു തവണ നമ്മുടെ ഇന്ത്യയിലും ഇന്ദിരാഗാന്ധി ഗവൺമെൻറ് സമയത്ത് എമർജൻസി ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അതിന് എമർജൻസിയെ പറ്റിയിട്ട് നമുക്ക് +2 നന്നായിട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ ജർമ്മനിയിൽ നിന്നും എമർജൻസി കടമെടുത്തു. അപ്പോൾ എന്താണ് ഇതിലുള്ള എല്ലാ ആശയവും നിങ്ങൾക്ക് ഇത് ഇത്രയും പറഞ്ഞപ്പോൾ ഉറപ്പായിട്ടും എനിക്കറിയാം നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വന്നു കാണും. പിന്നെ ഞാൻ ഈ പറഞ്ഞ പല പോയിൻറ്റ്സും ഞാൻ പിന്നെ പഠിക്കാനുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. അത് വാസ്തവം തന്നെയാണ്. പിന്നെയുള്ള ചാപ്റ്റേഴ്സിലൊക്കെ ആയിട്ട് നമുക്ക് പഠിക്കാനുള്ള എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കാനുള്ള പല ടോപ്പിക്കുകളാണ് ഇതിനകത്തുള്ളത് കേട്ടോ. അതാണ് അതിനെക്കുറിച്ചൊന്നും ഡീറ്റെയിൽ ആയിട്ട് ഞാനൊന്നും തന്നെ പറയാത്തത്. അപ്പോൾ എന്തായാലും നമുക്ക് അതിനെക്കുറിച്ച് എക്സ്പ്ലനേഷനൊക്കെ നമുക്ക് അവിടെ പഠിക്കാം. അപ്പോൾ ഇപ്പം നിങ്ങൾ പഠിക്കേണ്ടതെന്ന് പറയുമ്പോൾ ഏതൊക്കെ രാജ്യം അവിടെ നിന്നൊക്കെ എന്തൊക്കെ നമ്മൾ കടമെടുത്തു, നമ്മൾ ഇന്ത്യ എന്തൊക്കെയാണ് കോപ്പി അടിച്ച് ഇങ്ങോട്ട് എടുത്തത് എന്നുള്ള കാര്യം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. കാരണം മാച്ച് ദ ഫോളോവിങ്, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, പിന്നെ ഒരു സൈഡ് തന്നിട്ട് മറ്റൊരു സൈഡ് ഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ പല മോഡലായിട്ട് ഇത് സ്ഥിരമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ആവർത്തിച്ച് എന്താ പറയുക, നമ്മുടെ എക്സാമിന് പബ്ലിക് എക്സാമിന് ചോദിക്കുന്ന ചോദ്യമാണ് ഇതിനകത്തുള്ളത്. ഇതിലില്ലാണ്ട് ഞാൻ എക്സ്ട്രാ പറഞ്ഞ കാര്യം ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാണ്, അതുകൂടി പഠിച്ചു വെക്കുക കേട്ടോ. അതും ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഓസ്ട്രേലിയയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ് കൺകറൻറ്റ് ലിസ്റ്റ്, പിന്നെ സൗത്ത് ആഫ്രിക്കയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ് അമെൻമെൻറ്റ്, ദെൻ ജർമ്മനിയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് എമർജൻസി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊക്കെ നമുക്ക് വേറെ ചാപ്റ്റേഴ്സിലൊക്കെ പഠിക്കാനുണ്ട്. നമുക്ക് എന്തായാലും ഇപ്പം നിങ്ങൾ ഇത്രയും പഠിച്ചു വെക്കുക കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക.